അപ്പോ നമ്മുടെ യൂണിറ്റ് 1ന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു, കുറെ പിക്ചേഴ്സ് കണ്ടു. അപ്പോ ഇന്ന് നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ പാർട്ട് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എപ്പോ തൊട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അമ്മയുടെ വയറിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ടെസ്റ്റിസിന് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ആദ്യം ഡെവലപ്പ് ചെയ്ത് വരിക. പിന്നീട് എന്തുണ്ടാവും, പെൽവിസിന്റെ എഡ്ജിലേക്ക് അതിങ്ങനെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങും. ഓക്കെ, ഒരു 8ാം മാസമൊക്കെ ആവുമ്പോൾ, അതായത് ഒരു പ്രഗ്നൻസി പീരിയഡിൽ ഒരു 8ാം മാസമൊക്കെ ആവുമ്പോഴാണ് ഇത് സ്ക്രോട്ടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങുക. ചില കേസസിൽ ഇത് നമ്മൾ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഡിസെൻഡ് ചെയ്ത് വരാനായിട്ട് തുടങ്ങുക. ഒരു ഇൻഫാൻസി പീരിയഡിലൊക്കെയാണ് ഡിസെൻഡ് ചെയ്ത് വരാനായിട്ട് തുടങ്ങുക. ഓക്കെ, ഇനി അഥവാ ഇത് ഡിസെൻഡ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിപ്റ്റോർക്കിസം എന്ന് പറയുന്നത്. ചില കേസസിൽ ചില കുട്ടികളിൽ ചിലപ്പോ ആ കുട്ടി ജനിക്കുമ്പോ വിസിബിൾ ടെസ്റ്റിസ് ഒന്നും കാണില്ലായിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിസ് മാത്രമായിരിക്കും സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഡിസെൻഡ് ചെയ്യാതെ ആ ഒരു അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ തന്നെ ഈ ഒരു ടെസ്റ്റിസ് റിമെയിൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ, ക്രിപ്റ്റോർക്കിസം അല്ലെങ്കിൽ ഹിഡൻ ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ പ്യൂബർട്ടിയുടെ മുന്നേ തന്നെ നമ്മുടെ ടെസ്റ്റിസ് ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം സ്റ്റെറൈലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന കാരണം ഡാമേജ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ടെസ്റ്റിസ് എൻലാർജ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ചിലപ്പോൾ വേദന ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വേദന ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ആണെങ്കിലും, വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ ഒരു എൻലാർജ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ടു ബി ട്രീറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയുള്ള 2 പോയിന്റ്സ് ആണ് ഹൈഡ്രോസെല്ല്. ഹൈഡ്രോസെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ടെസ്റ്റിസിന്റെ ചുറ്റും ഫ്ലൂയിഡ് കളക്ഷൻ കാരണം സ്ക്രോട്ടം എൻലാർജ് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ ഹൈഡ്രോസെൽ എന്ന് പറയാ. ഇനി രണ്ടാമത്തെ ഒരു ടേമാണ് വെരിക്കോസെൽ എന്ന് പറയുന്നത്. വെരിക്കോസെൽ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ടെസ്റ്റിസിന്റെ മുകളിലുള്ള ഞരമ്പുകളൊക്കെ എൻലാർജ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ വെരിക്കോസെൽ എന്ന് പറയാ. ഓക്കെ, നമുക്ക് വെരിക്കോസ് വെയിൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥ അത് എന്താണ്, പെയിൻ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് ഈ വെരിക്കോസെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളിൽ വരുന്ന ഡെവലപ്മെന്റൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് മെഡിക്കേഷൻസ് ത്രൂവും അതുപോലെ സർജിക്കലായിട്ടും നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. പക്ഷെ ഇതിന് എന്ത് വേണം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി ഡിറ്റക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രധാന റോളാണ് പാരന്റ്സിനുള്ളത്. ഈ കുട്ടീനെ കുളിപ്പിക്കുമ്പോഴും ഡ്രസ്സ് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഈ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് റെഗുലർ ആയിട്ട് നോക്കാനായിട്ട് പറ്റണം. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ കളിച്ചിട്ടൊക്കെ വരുമ്പോ മുറികളൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ല, ഇനി കളിക്കാൻ വിട്ടില്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത്. അപ്പൊക്കെ അമ്മമാര് കണ്ടുപിടിക്കുക എങ്ങനെ, നമ്മളെ കുളിപ്പിക്കുമ്പോഴും സ്കൂളിൽ പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെയായിരിക്കും ഇവരിത് കാണുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് പാരന്റ്സ് ആണ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അഥവാ ഈ ടെസ്റ്റിസ് ഇറങ്ങി വന്നിട്ടില്ല സ്ക്രോട്ടത്തിലേക്ക് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അതെന്ന് പറയുമ്പോൾ ചെറിയ നീരൊക്കെ വന്ന് അവിടെ ഒരു ക്യാൻസർ റിസ്കിലൊക്കെ ഇത് പോവാനായിട്ട് തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടെസ്റ്റിസ് ഇറങ്ങി വന്നിട്ടില്ലെങ്കിലുള്ള കോംപ്ലിക്കേഷൻ. ഇത് ഏതൊരു കുട്ടിയിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ പാരന്റ്സിന്റെ കയ്യിലാണ് ഇത് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് പാരന്റ്സിന്റെ കയ്യിലാണ്. ഓക്കെ, ഇനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരാം, ഒരെണ്ണം വരാതെ ഇരിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള കേസസ് ആണെങ്കിലും ഇതുപോലെ മെഡിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി അഥവാ ഒരു ടെസ്റ്റിസ് മാത്രം ഇറങ്ങി വന്ന് മറ്റൊന്നും വന്നില്ല എന്നുള്ള കണ്ടീഷനിൽ നമുക്കത് സർജിക്കലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ടെസ്റ്റിസ് റിമൂവ് ചെയ്തതുകൊണ്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റീനെ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒന്നും അത് എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിന് നമ്മൾ പ്രിപ്പയർ ആവുന്ന സമയത്ത് പാരന്റ്സിന് ഉറപ്പായിട്ടും ഈ ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്കൊരു പാരന്റ്സിന് കൗൺസിലിംഗ് കൊടുക്കണം. ഈ ഒരു പ്രൊസീജിയറിന് പ്രിപ്പയർ ആവുന്ന
കുട്ടിയുടെ പാരന്റ്സിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ഇന്ന പോലെയൊക്കെയാണ് ഇത് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, എന്നാൽ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇത്തരത്തിൽ മാറ്റാൻ പറ്റും എന്നുള്ള രീതിക്ക് നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് ഒരു പാരന്റൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് ആ പ്രൊസീജിയറിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയുടെ കാര്യം. ഓക്കെ, ആ കുട്ടിക്ക് ഉറപ്പായിട്ടും എന്താണ്, ആ കുട്ടി ഭയങ്കര എംബ്രസ്ഡ് ആയിരിക്കും അല്ലെ. ഒരു ടെസ്റ്റിസ് മിസ്സിംഗ് ആകുമ്പോൾ ആ കുട്ടി ഉറപ്പായിട്ട് എംബ്രസ്ഡ് ആയിരിക്കും. അപ്പൊ പാരന്റ്സ് എന്തിനാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്തത്, അതുപോലെ എന്തുകൊണ്ടാണ് ചെയ്തത് എന്നുള്ള കാര്യത്തെ പറ്റി ഭയങ്കര സപ്പോർട്ടീവ് മാനറിൽ ഈ കുട്ടീനെ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ത്രൂ എന്താണ് ആ കുട്ടിയുടെ വേറിനെസ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ കൂടാതെ ഇതിന് കൂടെ നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ ഫാമിലിന്റെ, അതായത് മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഇതൊരു ചർച്ചാ വിഷയമാവാതെ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ചർച്ചാ വിഷയമാകുമ്പോൾ ഈ കുട്ടി ജഡ്ജ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത് മാക്സിമം കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പാരന്റ്സ് ആണ് നോക്കേണ്ടത്. ഇനിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ഹോർമോണിന്റെ പേര് പറഞ്ഞിരുന്നു, ടെസ്റ്റോസ്റ്റിറോൺ അല്ലെ. മെയിൽ സെക്സ് ഹോർമോൺ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ടെസ്റ്റിസ് മെച്യൂർ ആവുമ്പോഴാണ് ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത്. ഈ ഒരു ടെസ്റ്റിസ് അല്ലെങ്കിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലക്സ് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതുപോലെ മേജർ ആയിട്ടുള്ള ഒരു മെയിൽ സെക്സ് ഹോർമോണും കൂടെയാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇത് ബോത്ത് വുമണിലും മെന്നിലും ഇത് ഉണ്ടായിരിക്കും. പക്ഷെ മെന്നിൽ ഇതൊരു 10 ടൈംസ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, ചില വുമണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫേഷ്യൽ ഹെയർ ഒക്കെ ഉള്ളത്. അപ്പൊ അവരെ നമ്മൾ ഒരുമാതിരി ബോഡി ഷെയിം ചെയ്യാതെ മനസ്സിലാക്കുക, അത് ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ് അങ്ങനെ ഫേഷ്യൽ ഹെയർ എക്സസീവ് ആയിട്ട് വുമണിൽ കണ്ടുവരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്നുള്ളതാണ്. പ്യുവർലി ടെസ്റ്റോസ്റ്റിറോൺ ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് റോൾ ആണ്. ഓക്കെ, അതുപോലെ സ്പേം പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഫേഷ്യൽ ഹെയറിൽ അതിന്റെ ഗ്രോത്തിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുക, മെയിൽ വോയിസിനെ ഡീപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, മസിൽ ഡെവലപ്മെന്റ്, അതുപോലെ ജെനിറ്റൽ ഓർഗൻസിന്റെ സൈസ് കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെയിൽ ബോഡി മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ ആക്ട് ചെയ്യുന്നത്. ഈ ടെസ്റ്റോസ്റ്റിറോൺ ബ്ലഡ് സ്ട്രീമിലൂടെ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ആ ഓർഗൻസിന്റെ, ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഫിസിക്കൽ ഗ്രോത്ത് ഒന്ന് ഡയറക്റ്റ് ചെയ്യാനും അതുപോലെ ആ ഒരു ഓർഗൻസിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടെസ്റ്റിസ് എപ്പോഴും റൈറ്റിനേക്കാളും താഴെയാണ് കാണപ്പെടുക. അതുപോലെ ഈ സ്ക്രോട്ടം ഭയങ്കര ഡാർക്കും റിങ്കിൾഡും ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് ടെസ്റ്റിസിന്റെയും സ്ക്രോട്ടത്തിന്റെയും മെച്യൂരിറ്റിയുടെ ടൈമിൽ കാണുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനിയാണ് എന്താണ് സ്പേം എന്നുള്ളത്. ഈ സ്പേം പ്രൊഡക്ഷൻ ടിപ്പിക്കലി നടക്കുന്നത് ടെസ്റ്റിസിന്റെ അകത്താണ്. രണ്ട് ടെസ്റ്റിസിലും ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ഫൈൻ ആണ് കാണുക. അത് ഒരു ട്യൂബ്യൂളിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ട്യൂബ്യൂളിന്റെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് ഇതിനെ കാണാനായിട്ട് പറ്റില്ല. അത്രയും എന്താ പറയാ, മില്യൺസ് ഓഫ് സെൽസ് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോർമോൺ പ്രൊഡക്ഷൻ ആണ്. അതുപോലെ ബോഡി സെൽസിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്നതും ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെ നമ്മൾ സ്പെർമാറ്റോസോവ എന്നാണ് പറയുന്നത്. റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സ്പേം സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ടെസ്റ്റിസിന്റെ പരിപാടിയാണ്. ഓക്കെ, ഇനി ഒരു സ്പേമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ്. ഈ ഒരു സ്പേം എന്ന് പറയുന്നത് ഹ്യൂമൻ സെൽസിലുള്ള ഏറ്റവും സ്മോൾ സെല്ലാണ്. ഓക്കെ, സ്പേം എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഇത് കാണാനായിട്ട് പറ്റില്ല. ഇതിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിന്റെ ബേസിസിലാണ്, ഏത് ക്രോമസോം ആണോ ക്യാരി ചെയ്യുന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ആൻഡ്രോസ്പേംസ്. അത് ക്യാരി ചെയ്യുന്നത് Y ക്രോമസോം ആണ്. ഇത് ചെറുതായിരിക്കും, റൗണ്ട് ഷേപ്പ്ഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. അത് ക്യാരി ചെയ്യുന്നത് X ക്രോമസോം ആണ്. അത് മറ്റേതിനെക്കാട്ടിലും ലാർജർ ആയിരിക്കും, ഓവൽ ഷേപ്പ്ഡ് ആയിരിക്കും, മുട്ടയുടെ ഷേപ്പിലായിരിക്കും കാണപ്പെടുക. അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി എവിടെയാണ് സ്പേം ഫോർമേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സ്പേം സെമിനിഫെറസ് ട്യൂബ്യൂളിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് ലോങ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ആണ്. അതുപോലെ ഒരു മെയിലിന്റെ ഫെർട്ടൈൽ ലൈഫിന്റെ എൻറ്റയർ ലൈഫില് മില്യൺസ് ഓഫ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്യുന്നതാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്.
ഇനി സ്പേമിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സീഡ് പോലെയാണ്, ഒരു ടെയിലുള്ള ലോങ് ടെയിലുള്ള ഒരു സീഡ് പോലെയാണ് സ്പേം കാണപ്പെടുക. നമ്മൾ ആദ്യം കണ്ട ഒരു സ്പേം തുടങ്ങിയപ്പോൾ ഞാനൊരു സ്ലൈഡ് കാണിച്ചതിന്റെ സൈഡിൽ നമ്മൾ പിക്ചർ വിസിബിൾ ആയിരുന്നു. അതുപോലെ ലോങ് ടെയിലുള്ള ഒരു സീഡ് ഷേപ്ഡ് ആണ് ഈ സ്പേം എന്ന് പറയുന്നത്. ആ ഒരു ടെയിൽ മൂവ്മെന്റ് ആണ് ഈ ഒരു സ്പേമിനെ സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഇജാക്കുലേഷൻ ഒക്കെ വേണ്ടി അത്തരത്തിൽ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ടെയിലാണ്. ഓക്കെ, ഇതിന്റെ താഴെ നമുക്ക് വിസിബിൾ ആണ്, ഒരു പിക്ചർ വിസിബിൾ ആണ്. അതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഓരോ നമ്പറും ഓരോ ഓർഗനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, അതും അതിന്റെ താഴെ വിസിബിൾ ആണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓരോ ഭാഗത്തെയും എടുത്തെടുത്ത് പഠിക്കാനായിട്ട് പോവാണ്. ഫസ്റ്റ് പാർട്ടാണ് എപ്പിഡൈമിഡ്സ്. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ സ്പേം സെൽസ് ടെസ്റ്റിസിൽ ഫോം ചെയ്യുകയും അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എവിടെയാണ്, കൂടുതൽ സ്പെസിഫൈ ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്ത സ്പേം ഇത് ഒന്ന് മെച്യൂർ ആവുന്ന സ്ഥലമാണ് എപ്പിഡൈമിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. രണ്ട് എപ്പിഡൈമിസും ലോങ് ആണ്, അതുപോലെ ഒരു കോയിൽ ട്യൂബില് ടൈറ്റ് ആയിട്ടാണ് കാണപ്പെടുക. അത് ഓരോ ടെസ്റ്റിസിന്റെ പിന്നില് മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുക. അതിനൊരു ഹെൽമെറ്റ് ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അൺകോയിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓരോ ട്യൂബ് മെഷേഴ്സും ഒരു 20 അടി ലെങ്തിലാണ് കാണാനായിട്ട് പറ്റുക. ഈ കോയിലിംഗ് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്പേം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ ഈ എപ്പിഡൈമിസിൽ സ്പേം മെച്യൂർ ആവുകയും അതുപോലെ ഒരു എഗ് ഫെർട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസെപ്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സ്പേം മോട്ടിലിറ്റി കൂടുകയും ചെയ്യുന്നതാണ് ഈ ഒരു എപ്പിഡൈമിഡ്സിൽ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. ഇനി ഈ മെച്യൂർ ആയിട്ടുള്ള സ്പേം ഓരോ എപ്പിഡൈമിസിൽ നിന്നും വാസ് ഡെഫറൻസിലേക്ക് ട്രാവൽ ചെയ്യും. ഓക്കെ, മൂവ് ചെയ്യും. ഇതെന്ന് പറയുന്നത് രണ്ട് ലോങ് നാരോ മസ്കുലാർ ട്യൂബ്സ് ആണ്. അത് സ്പേമിനെ ക്യാരി ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് സെമിനൽ വെസിക്കിൾസ്. ഈ ഓരോ വാസ് ഡിഫറൻസും ഈ സെമിനൽ വെസിക്കിളിനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സെമിനൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സെമിനൽ വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഷുഗർ, നമ്മുടെ സ്പേമിന്റെ എനർജിക്ക് വേണ്ട ഷുഗർ അല്ലെങ്കിൽ ഫ്രക്ടോസ്, ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവുകയും പിന്നെ ആ ഒരു സ്പേമിനെ എനർജൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെമിനൽ വെസിക്കിൾസ് ആക്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സെമൻ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സെമിനൽ ഫ്ലൂയിഡ് സ്പേം ആയിട്ട് മിക്സ് ആവും, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ ആൽക്കലൈൻ ഫ്ലൂയിഡ്, ഈ പറഞ്ഞ പോലെ സ്പേമിന്റെ മോട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാനും വജൈനൽ അസിഡിറ്റി ന്യൂട്രൽ ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആൽക്കലൈൻ അവിടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് ആഡ് ചെയ്യപ്പെടും അതിലേക്ക്. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു മെയിൻ പോയിന്റ് ആണ് കൗപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. അവിടെയാണ് ഈ ഒരു മ്യൂക്കസ് ലൈക്ക് ഫ്ലൂയിഡ് ഫോം ചെയ്യും. അത് നമ്മുടെ യുറേത്രനെ ക്ലീൻ ചെയ്യാനും ലൂബ്രിക്കേറ്റ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനെ ഒന്നും കൂടി സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു കമ്പൈൻ മിക്സ്ചറിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കുറെ സാധനങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ആ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു എന്താ, ന്യൂട്രിയൻസ്, ഫ്രക്ടേഴ്സ്, ആൽക്കലൈൻ ഫ്ലൂയിഡ് ഇതെല്ലാം മിക്സ് ചെയ്ത് വരുന്ന മിക്സ്ചറാണ് സെമൻ എന്ന് പറയുന്നത്. ഇതാണ് ഓർഗാസം ഉണ്ടാവുമ്പോൾ പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ബോഡി ഫ്ലൂയിഡ് ആണ് സെമൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതാണ് വാസ് ഡെഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, വാസ് ഡെഫറൻസ് ഷോർട്ടർ ആണ്. അതെന്ന് പറയുമ്പോൾ എപ്പിഡൈമിസിന്റെ ഒരു സ്ട്രെയിറ്റർ കണ്ടിന്യൂവേഷൻ ആണ്, ഒരു തുടർച്ചയാണ്. ഓക്കെ, വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെർമാറ്റിക് കോഡിന്റെ ഒരു കോമ്പണന്റും കൂടിയാണ്. ഈ സ്ക്രോട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് നമ്മുടെ ഫേം കോഡിനെ അല്ലെങ്കിൽ വാസ് ഡിഫറൻസിനെ ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഈ വാസ് ഡിഫറൻസ് നമുക്ക് ഈസിലി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമുക്ക് സർജിക്കലി ആക്സസ് ചെയ്യാനും പറ്റുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ മെയിൽ സ്റ്റെറിലൈസേഷന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് സെർവ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ വാസ് ഡിഫറൻസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു വാസ് ഡിഫറൻസ് എന്നുള്ള പേര്, വാസ് എന്നുള്ള ആ ഒരു ടേം ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. അതാണ്
ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രൊസീജിയർ, വെസക്ടോമി. ഓക്കെ, വെസക്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അതൊരു മെയിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, പെർമനന്റ് മെയിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് വെസക്ടോമി എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് വാസ് ഡിഫറൻസ്, രണ്ട് സൈഡിലും വാസ് ഡിഫറൻസിന് കട്ട് ചെയ്യുകയോ ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എന്ന് പറയുമ്പോൾ യുറേത്രയിൽ സ്പേമിനെ റീച്ച് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതൊരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. 2 ചെറിയ ഇൻസിഷൻസ് മാത്രമാണ് ആവശ്യമുള്ളൂ. സിമ്പിൾ, സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു പ്രൊസീജിയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് മേജർ സർജറി കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, ഇതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇത് പെർമനന്റ് സ്റ്റെറിലിറ്റി ആണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ സെക്ഷൽ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു ലിബിഡോ, ഒരു സെക്ഷൽ പ്ലഷറിലൊന്നും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് പറ്റില്ല. പിന്നെ അതുപോലെ നമുക്ക് ഇറക്റ്റ് ആവാൻ, അതായത് നമ്മുടെ ഈ ഒരു പെനിസ് സ്റ്റിഫ് ആവുമല്ലോ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ, അതിനോ അല്ലെങ്കിൽ ഓർഗാസം കിട്ടുന്നതിലോ ഒന്നും ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ ഈ വെസക്ടോമി എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് സാധിക്കില്ല. പിന്നെ അതുപോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നും പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുപോലെ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സെമന്റെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് എന്തിനു പറ്റില്ല, ഒരു പ്രൊസീജിയറിന് പറ്റില്ല. ആ ഒരു ഓൾമോസ്റ്റ് സെയിം, മുന്നേ എങ്ങനെയായിരുന്നു ആ ഒരു സെയിം വോളിയത്തിൽ തന്നെയാണ് പോവുക, ഉണ്ടെങ്കിൽ തന്നെ സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെന്ന് പറയണത്, ഈ വെസക്ടോമി ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ റെയർ ആണ്. എന്നാലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മൈക്രോ സർജിക്കൽ റിവേഴ്സ് പ്രൊസീജിയേഴ്സ് ഒക്കെ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സക്സസ് റേറ്റ്സ് ലോ ആണ്. ഈ പറഞ്ഞ ടൈമും സർജിക്കൽ ടെക്നിക്കിന്റെ ഒക്കെ ആ ഒരു അങ്ങനത്തെ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സക്സസ് റേറ്റ്സ് കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, പിന്നെന്ന് പറയുമ്പോൾ വെസക്ടോമി ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും നമ്മൾ പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കണം. അതുപോലെ ആ ഒരു ഇൻഡിവിജ്വൽ ഉറപ്പായിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പെർമനന്റ് എഫക്ട് എന്താണ്, അതുപോലെ എന്തൊക്കെ പോസിബിൾ കോൺസിക്വൻസസ്, എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം, അതുപോലെ ഓൾട്ടർനേറ്റീവ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കൊടുത്തിട്ട് വേണം ആളെ ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയാണ് എന്താണ് ഇജാക്കുലേഷൻ എന്ന് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ വാസ് ഡിഫറൻസിന്റെ ടിപ്പ് സെമിനൽ വെസിക്കിളില് വന്ന് ജോയിൻ ചെയ്യുകയും അവിടെ ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡക്റ്റ് ആണ് സ്പേമിനെയും സെമിനൽ ഫ്ലൂയിഡിനെ യുറേത്രയിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ മെച്യൂർ ആയിട്ടുള്ള സ്പേം എപ്പിഡൈമിക്സിലാണ് മെച്യൂർ ആവുക നമ്മൾ പറഞ്ഞു. അത് നേരെ ട്രാവൽ ചെയ്ത് പോകുന്നത് വാസ് ഡിഫറൻസിലാണ്. അവിടെ നിന്ന് നേരെ ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്കാണ് അത് ട്രാവൽ ചെയ്യുക. ഒരു സെക്ഷൽ എക്സൈറ്റ്മെന്റില് ഈ ഒരു വാസ് ഡിഫറൻസും അതുപോലെ മറ്റ് നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസും കോൺട്രാക്ട് ആവും. ഒരു പൾസ് ലൈക്ക് ഋതത്തിൽ അത് കോൺട്രാക്ട് ആവും. ഈ കോൺട്രാക്ഷൻ ആണ് ഈ ഒരു സ്പേമിനെ യുറേത്ര വഴി പുറത്തേക്ക് പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ യുറേത്രയിൽ നിന്ന് സ്പേം നമ്മളെ മറ്റ് സെമിനൽ വെസിക്കിൾസ് എന്നുള്ള ഫ്ലൂയിഡ്സ് ആയിട്ട് മിക്സ് ആവുന്നുണ്ട്. അതുപോലെ ഒരു യെല്ലോയിഷ് ഒരു ജലാറ്റിനസ് ഫ്ലൂയിഡ് അത് നമ്മുടെ സെമനെ ഒന്ന് തിക്കാക്കും. ഓക്കെ, അതുപോലെ അതിന്റെ വോളിയം ഒന്ന് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഷുഗറും കാര്യങ്ങളും അതിന്റെ എനർജിക്ക് വേണ്ടിയിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഒരു എഗ് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ആ ഒരു സ്പേമിന് കൊടുക്കും. ഓക്കെ, ഇനി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് അതിലേക്ക് ആൽക്കലൈൻ സെക്രീഷൻസ് ആഡ് ചെയ്യുകയും അതുപോലെ സ്പേമിന്റെ മോട്ടിലിറ്റി കൂട്ടുക, ഫീമെയിൽ ട്രാക്റ്റിൽ സർവൈവ് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മാത്രമാണ് അവിടെ ഫെർട്ടിലൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. ഒരു കൺസെപ്ഷൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അതിന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഗ്ലാൻഡിനെ പരിചയപ്പെട്ടിരുന്നു. ആ ഒരു ഗ്ലാൻഡ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. കൗപ്പേഴ്സ് ഗ്ലാൻഡ്സ്, അവിടെയാണ് എന്തുണ്ടാവുക, ഒരു മ്യൂക്കസ് ലൈക്ക് ഫ്ലൂയിഡ്, ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു മ്യൂക്കസ് ലൈക്ക് ഫ്ലൂയിഡ് ഫോം ചെയ്യുകയും യുറേത്ര ക്ലീൻ ചെയ്യാൻ കൂടെ ആ ഒരു ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇജാക്കുലേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞു ഒരു പൾസ് ലൈക്ക് കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും ഓർഗൻസിന് എന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു സെമനെ യുറേത്ര വഴി പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു സെക്ഷൽ എക്സൈറ്റ്മെന്റിന്റെ പീക്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗാസം കിട്ടുമ്പോഴാണ് ഈ ഒരു സെമൻ ഇത് എക്സ്പെൽ ചെയ്യുന്നത്. ഓക്കെ, പുറത്തേക്ക് പോകുന്നത് ആ ഒരു ഓർഗാസം കിട്ടുമ്പോഴാണ്, അല്ലെ?
ഈ ഒരു റിലീസിനെയാണ് നമ്മൾ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു സെക്ഷൽ എക്സൈറ്റ്മെന്റിൽ ഓർഗാസം കിട്ടുമ്പോൾ ഈ ഒരു സെമനെ പുറന്തള്ളുന്ന പ്രോസസ് ആണ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെ കൂടെ നമുക്ക് പറയാനുള്ളതാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ. അതൊരു സെക്ഷൽ ഡിസോർഡർ ആണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റർകോഴ്സ് തുടങ്ങി വിത്തിൻ 1 or 2 minutes ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ്, അതായത് ഒരു ഓർഗാസം ഫീമെയിലിനും മെയിലിനും കിട്ടുന്നതിന് മുന്നേ തന്നെ ഒരു സ്വയം കൺട്രോൾ ഇല്ലാതെ ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയാ. ഇത് ഞാൻ ഒരു ആഡ് ഓൺ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് എറക്ഷൻ. എറക്ഷൻ എന്താണ്? ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ നമ്മുടെ പെനിസിന് പെനിസിന് ഒരു സ്റ്റിഫ്നെസ്സും അതുപോലെ അതൊന്ന് എൻലാർജ് ചെയ്യും അല്ലെ, അത് എൻലാർജ് ചെയ്തതിനെയും അതുപോലെ ആ സ്റ്റിഫായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എറക്ഷൻ എന്ന് പറയുക. ഇതെന്ന് പറയുമ്പോൾ അതിലേക്കുള്ള ഒരു ബ്ലഡ് ഫ്ലോ കൂടുന്നത് കൊണ്ടാണ് അത് സ്റ്റിഫായിട്ടും എൻലാർജ് ആയിട്ടും കാണപ്പെടുന്നത്. ബേസിക്കലി അത് ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൂഡിലാണ് അത് അങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ എന്താണ് നമ്മളെ സെമിനൽ വെസിക്കിൾസിന്റെ റോൾ എന്നാണ് പറയുന്നത്. നമ്മുടെ സെമിനൽ വെസിക്കിൾസ് ഡിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ആയിട്ട് നിൽക്കും. അതുപോലെ നമുക്കിതിന് ഫിസിയോളജിക്കൽ പ്രോസസ്, എറക്ഷന് വേണ്ടിയിട്ടുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സിന് പ്രിപ്പയർ ആക്കുന്ന ആളാണ് ആര്? സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഒരു ബ്ലഡ് ഫ്ലോ മെക്കാനിസം എങ്ങനെയാണ് ഒരു ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോഴത്തേനും ഇത് സ്റ്റിഫ് ആവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ എറക്ടൈൽ ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് ഇത് സ്റ്റിഫ് ആവുകയും എൻലാർജ് ചെയ്യുകയും ചെയ്യുന്നത്. ആ രണ്ട് ടിഷ്യൂസിന്റെ പേരാണ് കോർപ്പോറ കാവർനോസ, അതുപോലെ കോർപ്പസ് സ്പോഞ്ചിയോസം. ഇത് രണ്ടുമാണ് ആ ടിഷ്യൂസ്. ഇത് പെനിസിലാണ് ഉണ്ടായിരിക്കുക. അതുപോലെ പെനിസ് റിജിഡ് ആയിട്ടും എറക്റ്റ് ആയിട്ടും കാണപ്പെടും. അതുപോലെ ഇങ്ങനെയാണ് അതിനെ ഇറക്ഷൻ എന്ന് പറയുന്നത്. ഇറക്ഷൻ എന്നുള്ള ഒരു അവസ്ഥ വരാത്തതിനെയാണ് നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് എന്ന് പറയുക. അതും ഒരു സെക്ഷൽ ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ മോർണിംഗ് എറക്ഷൻസ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ ഈ പറഞ്ഞ പോലെ ഓവർനൈറ്റ് നമ്മൾ ഈ ബ്ലാഡറിൽ യൂറിൻ എല്ലാം ഫില്ലായിട്ട് അത് നമ്മളെ ഇറക്ഷന് വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യും. ആ ഒരു അവസ്ഥയാണ് മോർണിംഗ് ഇറക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താന്ന് പറയാനുള്ളത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് യൂറിനറി ബ്ലാഡറിന്റെ താഴെയായിട്ടാണ് കാണപ്പെടുക. നമുക്ക് യൂറേത്രന്റെ സറൗണ്ടിങ്ങിലാണ് അത് കാണപ്പെടുന്നത്. ഓക്കെ, ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡ് നമ്മുടെ സ്പേം മോട്ടിലിറ്റിന്റെ ആക്ടിവിറ്റീനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ മെയിൻ പരിപാടി. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ നമ്മുടെ ഈ ഒരു സ്പേമിനെ കൊണ്ടുപോകാനും ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെമന്റെ ഒരു വിസ്കോസിറ്റിക്കും ഒരു ഓർഡർ ഒക്കെ കൊടുക്കുന്ന ആളും കൂടെയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൽ യുറേത്രയിലുള്ള അസിഡിറ്റീനെ ന്യൂട്രലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇതിന്റെ വേറൊരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഫീമെയിൽ വജൈനയില് നമുക്ക് സ്പേമിന് സർവൈവ് ചെയ്യാനുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അതും കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പരിപാടിയാണ്. അതുപോലെ നമ്മുടെ സെമന്റെ വോളിയത്തിനൊക്കെ അക്കൗണ്ട് ചെയ്യുന്നതും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് BPH എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അതാണ് ബെനിങ് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ. കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലാണ്. അതൊരു ഓൾഡ് ഏജ് ഡിസീസ് ആയിട്ട് പറയാറുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ യുറേത്രയുടെ കംപ്രഷൻ കാരണം യൂറിനേഷൻ എന്നുള്ള പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു BPH എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഇനിയാണ് ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണെന്നുള്ളതാണ്. നമ്മൾ എൽഡർലിയിൽ കാണുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. നമ്മൾ BPH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ മുന്നേ പരിചയപ്പെട്ടിരുന്നു. അതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂത്രാശയ സംബന്ധ ക്യാൻസർ ആണ്. ഇത് ഏർലി ഡിറ്റക്ഷൻ, അതായത് മുന്നേ നമുക്ക് ആദ്യത്തെ സ്റ്റേജിലെ ഇത് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ട്രീറ്റ്മെന്റിന് അത്രമേൽ റിസൾട്ട് ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊരു 4th സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റ് ക്യാൻസറിനെ പോലെ തന്നെ ഇതും ഡേഞ്ചറസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതില് ഒന്ന് നോർമൽ ആയിട്ടുള്ള യൂറിൻ ഫ്ലോ, നോർമൽ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് യൂറിൻ ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതും, ഒന്നില് BPH ഉള്ള ഒരാളുടെ യൂറിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു പാർട്ടും കൂടി ഉണ്ട്. അതോടുകൂടി നമ്മുടെ യൂണിറ്റ് 1 കൺക്ലൂഡ് ചെയ്യും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പ്യുവർ ബയോളജി ആണ്. പിന്നെ കുറച്ച് മെഡിക്കൽ ടേംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, നോട്ട്സ് ഒക്കെ ലെക്ചർ നോട്ട്സ് എഴുതി പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്.